മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു നല്ല തീരുമാനം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മുടെ ഈ നാട്ടിനെ കാർന്നു തിന്നുന്ന ഒരു രോഗം, അതായത് മയക്കുമരുന്ന് പോലുള്ള അതേപോലുള്ള ഒരു ലഹരിയാണ് ആളുകൾക്ക് മറ്റ് ചില ഇടപാടുകളിലൂടെ പണം പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോന്നലെന്ന് പറയുന്നത്. അപ്പോൾ അത് ഗാംബ്ലിംഗ് എന്ന് നമ്മൾ പറയും. ഈ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് നിരോധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഗാംബ്ലിംഗ് നടത്തുക, പക്ഷെ അത് പല വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഈ ഗാംബ്ലിങ്ങിന് വളരെ വലിയ കേന്ദ്രങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിവിടെ പണം വെച്ചൊക്കെയുള്ള ചീട്ടുകളിൽ പോലീസ് പിടിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അത് ഗാംബ്ലിംഗ് ആണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഈ വിദേശത്ത് ഇത് പല രാജ്യങ്ങളിലും ഇത് വളരെ വ്യാപകമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ അവിടെ ചെല്ലുമ്പോൾ, അവിടെ ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയുടെ തലസ്ഥാനം, അവിടെ ഞങ്ങൾ താമസിക്കുമ്പോൾ ആ ഹോട്ടലിൽ ഞങ്ങൾ താമസിക്കുന്ന താഴെ കാണുന്നത് ഒരു വലിയ ഹോളാണ് കേട്ടോ. ആ ഹാളിൽ നോക്കുമ്പോൾ ഒരു വളരെ വിശാലമായ ഒരു ഹാൾ. ആ ഹാളിൽ നോക്കുമ്പോൾ ഒരുപാട് പേര് വളരെ സീരിയസ് ആയിട്ടിരിക്കുകയാണ്. അവിടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ട്. ഭയങ്കര വലിയ സംസാരം, ബഹളം. നോക്കുമ്പോൾ എന്താണെന്നറിയോ, അത് ഏറ്റവും വലിയൊരു ഗാംബ്ലിംഗ് സെൻ്ററാണത്. കാരണം അത് അവിടെ നിയമവിധേയമാണ്, അവിടെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ കണ്ടതാണ്. അതേപോലെ പല രാജ്യങ്ങളിലും ഇതുണ്ട്, അതൊക്കെ ചെയ്യാം. അമേരിക്ക വരെ ഉണ്ട്, അത് ഇതുപോലെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നമ്മളത് നിരോധിച്ചേക്കുന്നതാണ് നമ്മൾ. പക്ഷെ എന്നാലും ഈ ഓൺലൈൻ വഴിയുള്ള ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ഇന്ന് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നതാണ് റമ്മി കളി എന്ന് പറയുന്ന ചീട്ട് ഉപയോഗിച്ചുള്ള ഒരു കളി. റമ്മി ഗാംബ്ലിങ്, അത് ഓൺലൈൻ റമ്മി, അത് കളിക്കുക. ഒരു ഗവൺമെൻറ് ഒരുത്തനെ സർക്കാരിൻ്റെ പണം ഉണ്ടല്ലോ, സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ പണം, നമ്മുടെ എല്ലാം പണം എടുത്ത് അവനെ എത്ര 5 ലക്ഷം രൂപ തിരിമറി നടത്തി 5 ലക്ഷം രൂപ എടുത്തിട്ട് അത് മുഴുവൻ എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ റമ്മി കളിച്ചാന്ന് പറഞ്ഞു. ഇതാണ് കാര്യം. ഇങ്ങനെ തകരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് ഫാമിലീസ്, ഒരുപാട് ആളുകൾ. ഇത് പുറത്ത് പറയാൻ പറ്റുന്നില്ല, പക്ഷേ ഇത് അവർക്കൊരു ലഹരിയാണ്. ഈ ലഹരി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെ തന്നെ ലോട്ടറി ടിക്കറ്റ് ഇഷ്ടമാതിരി എടുക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ അടിക്കും, ചിലപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ കിട്ടും. വലിയ തുകയൊന്നും കിട്ടുന്നത് വല്ലപ്പോഴുമോ ആർക്കെങ്കിലും കിട്ടും എന്നുള്ളതല്ലാതെ ഒരാൾ എടുത്തായിരിക്കും എത്രയോ വർഷങ്ങൾ കൊണ്ട് ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഒരുപാട് പേർക്കും ഒന്നും സമ്മാനമൊന്നും കിട്ടാറില്ല. ചിലപ്പോൾ ചെറിയത് തെറ്റിദ്ധരിച്ചോ എന്തെങ്കിലുമൊക്കെ കിട്ടും. ആ കിട്ടിയാലോ അതുകൊണ്ട് അതിൻ്റെയും കൂടെ ടിക്കറ്റ് വാങ്ങിക്കും. കാരണം ഇതൊരു ലഹരിയാണ്. അത് ക്ലിയർ കേസ് ഓഫ് ഗാംബ്ലിംഗ് അല്ലേ ലോട്ടറി എന്ന് പറയുന്നത്. അതുപോലെയാണ് ഈ റമ്മി കളി എന്ന് പറയുന്നത്. ഇത് ഈ മുതിർന്ന ആളുകൾ കൂടാതെ ഇപ്പോൾ ഇത് പടർന്നു പിടിച്ചേക്കുന്ന കുഞ്ഞുങ്ങൾക്കും കൂടാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നു, ഒരു നിയമസഭയെ പാസ്സാക്കിയെടുത്തതാണ്. കാരണം ഈ രാത്രി ഗാംബ്ലിങ് ഈ ഓട്ട് ടൈമിലങ്ങ് നിരോധിക്കുക. അതായത് അതിനകത്ത് അത് കയറാൻ പാടില്ല. 12 മണി മുതൽ രാവിലെ 5 മണി വരെ ഉള്ള സമയത്ത്, രാത്രി 12 മണി മുതൽ 5 മണി വരെ കയറാൻ പാടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 10-നും 5-നും ഇടയ്ക്ക് കയറാൻ പാടില്ല എന്നുള്ളതായി. കുട്ടികളെന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ചിൽഡ്രൻ എന്നറിയപ്പെടും. നമ്മൾ അങ്ങനെയാണ് ഗണിക്കുന്നത്. ചിൽഡ്രൻ എന്ന് പറയുന്നത് ദേ ആർ ജുവനൈൽസ്. ഇപ്പം ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ ചിൽഡ്രൻ്റെ ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെല്ലാം കുട്ടികളാണ്. അതിന് മേളിലോട്ട് മാത്രമേ കുട്ടിയല്ലാതാവുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ കാഴ്ചപ്പാട്, നിയമത്തിൻ്റെ കാഴ്ചപ്പാട് അതാണ്. അത് ഇത് മാത്രമല്ല, പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, അതിനകത്തും ചിൽഡ്രൻ എന്നുള്ള ഡെഫിനിഷനിൽ എ പേഴ്സൺ ഹു ഹസ് നോട്ട് അറ്റൈൻ ദ ഏജ് ഓഫ് 18 ആണ്. അതായത് ലെസ് ദാൻ 18, 18 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളാണ് ഇതിനകത്ത് പോക്സോ നിയമത്തിൽ പോലും അതിൻ്റെ പരിധിയിൽ കുട്ടികളായിട്ട് പരിഗണിക്കപ്പെടുന്ന അതാണ് ചിൽഡ്രൻ ആയിട്ട് ഇങ്ങനെയുള്ള കുട്ടികൾ ഇത് കളിക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇതെന്താണെന്ന് അറിയും, ഇത് ഈ അച്ഛനും അമ്മയൊന്നും അറിയാതൊക്കെ തന്നെ ഈ പണി ചെയ്തിട്ടെന്താ, ഇവൻ ഒരുപാട് പണം ഇത് ഓരോ കാര്യം പറഞ്ഞ് വാങ്ങിയെടുത്തിട്ട് മുഴുവൻ ഇതിനെ നശിപ്പിക്കുകയാണ്. ഈ രീതിയിലേക്ക് പോകും.
അക്കൗണ്ടിൽ നിന്നുള്ള പണം പോലും, അതായത് അച്ഛൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്നുള്ള പണം പോലും വിഡ്രോ ചെയ്തിട്ട് ഈ പരുവത്തിന് കൊടുക്കാനുള്ള കഴിവുള്ള കുട്ടികൾ ഒരുപാടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഗൂഗിൾ GPay ഒക്കെ ഇല്ലേ, അത് UPI എന്നൊക്കെ പറയുന്ന ആ പേയ്മെൻറ്റ് മെത്തേഡ്, ഈ പേയ്മെൻറ്റ് മെത്തേഡിലൂടെ ഇവന്മാർക്ക് പണം അയച്ചു കൊടുക്കും. എന്നിട്ട് ഇതിൽ പങ്കെടുക്കും. അവസാനം ഈ കാശ് മുഴുവൻ പോകുന്നത് എത്ര 1-2 രൂപ ഒന്നുമല്ല, ലക്ഷങ്ങളാണ് ഇതിൽ നഷ്ടപ്പെടുന്നത്. ഇങ്ങനെ ഈ റമ്മി കളിച്ച് എത്രയോ ലക്ഷങ്ങൾ കളഞ്ഞ് മുടിഞ്ഞു പോയ ആളുകളെ എനിക്കറിയാം. അപ്പം ഞാനിത് കണ്ടപ്പോൾ വളരെ സന്തോഷിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്നറിയോ, ഈ രാത്രി കാലങ്ങളിൽ രാത്രി കാലങ്ങളിൽ ഇത് പകലിരുന്ന് കളിക്കാൻ സമയം കിട്ടത്തില്ല. പക്ഷെ പകലിരുന്ന് കളിച്ച് ഓഫീസിലിരുന്ന് കളിച്ച് കാശ് കളഞ്ഞവന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലേ. അപ്പം അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഇതൊരു മാനിയയാണ്. ഇതെന്ന് പറയുന്നത് ഒരു ഭ്രാന്തെന്ന് നമുക്ക് പറയാം, മാനസിക രോഗം എന്ന് തന്നെ പറയാം. ഇതുപോലെ ഈ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കയറി ഇടപെടുന്നത്. കാരണം ഇത് പ്രതീക്ഷയാണ്. പ്രതീക്ഷകളെന്ന് പറയുന്നത് ഒരിക്കലും ഇല്ലാത്ത പ്രതീക്ഷ, അതങ്ങ് കൂടുകയാണ്. ഇപ്പോൾ കാശ് പോയി, സാരമില്ല, ആ പണം തിരികെ പിടിക്കണമെങ്കിൽ ഇനി ഒന്നുകൂടെ കളിക്കണം. ഈ രീതിയിലാണ് പോകുന്നത്, മുഴുവൻ പോകും. പണ്ട് നമ്മൾ പുരാണത്തിൽ തന്നെ ഇതുള്ളതല്ലേ. കാരണം ചൂതുകളിയിലൂടെ യഥാർത്ഥ യുധിഷ്ഠിരൻ പരാജയപ്പെടുന്നത് കള്ളച്ചൂതിലൂടെയല്ലേ, ശകുനിയുടെ കള്ളച്ചൂതിലൂടെ നമ്മൾ കണ്ടതാണ്. അത് നമ്മൾ വായിക്കുന്നതാണ്, മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇത് അന്ന് മുതലേ ഉള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു മാനിയാണ്. അത് അന്ന് മാനിയ എന്നല്ല, അന്ന് ഒരാളിത് കളിക്കാൻ വിളിച്ചാൽ, റോയലായിട്ടുള്ള ഒരു ഗെയിമാണ്, അത് കളിക്കാൻ വിളിച്ചാൽ പോകുന്നില്ല എന്ന് പറയാൻ പാടില്ല. കാരണം അവൻ ഭീരുവായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു സംവിധാനമുണ്ട്. ഇന്ന് അതൊന്നുമില്ല, ആ സാഹചര്യങ്ങളൊന്നും ഇന്ന് നിലവിലില്ല. ഇന്നത് ഭീരുത്വമല്ല, അഹങ്കാരമാണ് ഇതിൽ നിന്ന് പണം കളയുന്നത്. ഏതായാലും ഈ മദ്രാസ് ഹൈക്കോടതിയുടെ ഈ വിധി വന്നത് ഒരു പ്രത്യേകതയുള്ള കാര്യം എന്ന് പറയുന്നത്, തമിഴ്നാട് ഗവർണർ ഈ നിയമം പാസ്സാക്കിയിട്ട് ഒപ്പിടാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വർഷങ്ങൾ അത് ഒപ്പിടാതെ പിടിച്ചുകൊണ്ട് വെച്ചിരുന്നതാണ്. ഒപ്പിടത്തില്ല അതിൽ, ആ രീതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ കാര്യം എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. എന്ത് ചെയ്താലും അത് നല്ല വിവാദമുള്ള എന്തെങ്കിലും നിയമമൊക്കെ ഉണ്ട്, ചിലപ്പോൾ പാസ്സാക്കി അത് യഥാർത്ഥത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് മിലിറ്റേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും നിയമമാണ് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഗവർണർക്ക് ചിലപ്പോൾ അതിനകത്ത് ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടാൻ ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഈ നിയമം ആരെ സഹായിക്കാനുള്ളതാണ്? ഇതിൻ്റെ പുറകിലുള്ള രാജാക്കന്മാരെന്ന് പറയുന്നത് എല്ലാം കള്ളന്മാരാണ്, ഓൺലൈൻ റമ്മി. ഇതിനകത്ത് ഏറ്റവും ദുഃഖകരമായ കാര്യം എന്താണെന്നറിയോ, ഇത് നമ്മുടെ സ്പോർട്സ് താരങ്ങൾ, അതുപോലെ തന്നെ ഉള്ള മറ്റ് ഈ ആളുകളുടെ മുഖം കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയുന്ന വലിയ ഉന്നതരെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ, ഇവന്മാരൊക്കെയാണ് ഇതിന് വന്നിട്ട് റമ്മി കളിക്കൂ, ഏതാണ്ട് ഉണ്ടാക്കൂ എന്ന് പറഞ്ഞ് പോകുന്നത്. അവനൊക്കെ അങ്ങ് ഉണ്ടാക്കട്ടെ എന്ന് ആദ്യം വിചാരിക്കണം. ഈ കൂടുകൂട എടുത്ത് കൊക്കോളായും പെപ്സി കോളായും ഒക്കെ കുടിച്ച് കാണിക്കുമായിരുന്നല്ലോ നമ്മുടെ ആളുകൾ. യഥാർത്ഥത്തിൽ അവന്മാർ ഒരെണ്ണം പോലും കുടിക്കത്തില്ലത്. ഈ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ട് ഇത് കുടിക്കും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. എന്ന് പറഞ്ഞതുപോലെ നമ്മളിതിൽ വഞ്ചിതരായി അങ്ങ് വീഴും. വേറെയുണ്ട് ഒരു വലിയൊരു പണം മുടക്കാൻ, അതായത് പലിശയൊക്കെ കൂടുതൽ ഓഫർ ചെയ്യുന്ന ഒരു ഞാൻ അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു പരിപാടിയുണ്ട്. അതിനകത്ത് വലിയ ക്രിക്കറ്റ് പ്ലെയേഴ്സും നമ്മുടെ വലിയ ആരാധനാപാത്രങ്ങളും ഒക്കെയാണ് ഇങ്ങോട്ട് വന്നിട്ട് ഇതിനെക്കുറിച്ച് ഇതെല്ലാം പറയുന്നത്. അങ്ങനെ കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും എല്ലാം, ഇതുപോലെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയും. പറഞ്ഞിട്ട് എന്താണ്, ഒരു മനുഷ്യനും മനസ്സിലാവാത്ത കിടക്കണ ഒരു വർത്തമാനത്തിൽ ഒരുത്തം വിളിച്ചു പറയും. ഇതിനകത്ത് വലിയ കുഴപ്പങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം, ഇതിൽ അപകടങ്ങൾ ഉണ്ടാകാം, അത് വായിച്ചതിൻ്റെ കണ്ടീഷനൊക്കെ വായിച്ച് മനസ്സിലാക്കണമെന്ന്. ഇത് മനുഷ്യൻ മനസ്സിലാക്കരുത്, കേൾക്കരുത്. അതിനുവേണ്ടിയാണ് ആ രീതിയിൽ അത് സംവിധാനം ചെയ്തു വെച്ചേക്കുന്നത്. ശ്രദ്ധിക്കേണ്ടതാണ് ആളുകൾ. ഏതായാലും ഈ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഈ തീരുമാനം വളരെ ശരിയാണ്. നമ്മുടെ ഗവൺമെൻറ്റും ഇത് തന്നെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നിരോധിക്കണം. രാത്രി ഒന്നും വേണ്ട, ഓൺലൈനിൽ കയറാൻ പാടില്ല. അവർ ആ രീതി വേണം. കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും കയറാൻ പാടില്ല. കയറണമെങ്കിൽ എന്താണെന്നറിയാം, ആധാർ കാർഡും ഒക്കെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ അങ്ങ് ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് ഈ ഓൺലൈൻ ചൂതാട്ട കമ്പനികളെല്ലാം കൂടെ കൊണ്ടുപോയി അവിടെ കേസ് കൊടുത്തു. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ രക്ഷാകർത്താവായിട്ട് കേട്ടോ ചമയാണെന്ന് ഗവൺമെൻറ്. പിന്നെ ഗവൺമെൻറ്റിന് എന്താ ജോലി? കുഞ്ഞുങ്ങളുടെ രക്ഷാകർത്താവ് ഗവൺമെൻറ്റാണ്, ഒരു സംശയമില്ല. കാരണം നമ്മുടെ ഭരണഘടന പറയുന്ന അതാണ്. അതായത് മൈനറായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. അവരുടെ കാര്യങ്ങൾ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ അവരുടെ രക്ഷാകർത്തൃത്വം ചമയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. അത് തന്നെ ചെയ്തേക്കുന്നത്. ഓൺലൈൻ കമ്പനികളുടെ ഈ ശ്രമം ഉണ്ടല്ലോ അങ്ങ് പരാജയപ്പെട്ടു. മദ്രാസ് ഹൈക്കോടതി ആ നിയമം ശരിയാണെന്ന് കണ്ടു.
അത് ശരിയാണെന്ന് വിധിച്ചു. വളരെ സ്വാഗതാർഹമായ ഒരു വിധി.